നമസ്കാരം. 1925 ശിവഗിരിയിൽ വെച്ചാണ് ശ്രീനാരായണ ഗുരുദേവനും മഹാത്മാഗാന്ധിയും ആദ്യമായി ഒരു കൂടിക്കാഴ്ച നടത്തുന്നത്. അന്ന് സാംസ്കാരിക കേരളം വളരെ പ്രതീക്ഷയോടെ നോക്കിക്കണ്ട ഒരു കൂടിക്കാഴ്ചയായിരുന്നു അത്. ഇന്നൊരു നൂറ്റാണ്ടിന് ശേഷവും നമ്മൾ ആ കൂടിക്കാഴ്ചയെക്കുറിച്ചും അവർ നടത്തിയ ചർച്ചയെക്കുറിച്ചുമൊക്കെ ചിന്തിക്കുകയും ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യുക എന്ന് പറയുമ്പോൾ അതിൻ്റെ കാലാതീതമായ പ്രസക്തിയാണ് വെളിവാകുന്നത്. ഇന്ന് ഈ വിഷയത്തിൽ നമ്മോട് സംവദിക്കാൻ എത്തിയിട്ടുള്ളത് ഡോക്ടർ ജി ഗോപകുമാർ സാർ അവറുകളാണ്. അദ്ദേഹം കേരള കേന്ദ്ര സർവകലാശാലയുടെ വൈസ് ചാൻസലറായിരുന്നു. ടെലിവിഷൻ സംവാദകനാണ്, ചിന്തകനാണ്, എഴുത്തുകാരനാണ്. അദ്ദേഹത്തെ ഏറെ ആദരവോടെ ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സാർ. നമസ്കാരം. സാർ, രണ്ട് വ്യത്യസ്തമായ ചിന്താ പരിസരങ്ങളിലൂടെ ഉയർന്നു വന്നവ രണ്ട് വ്യത്യസ്ത ധാരകളായിരുന്നു ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുദേവനും എന്ന് പറയാം. ഞാൻ ഉദ്ദേശിച്ചത്, ഗാന്ധിജി ആംഗലേയ വിദ്യാഭ്യാസം നേടി വിദേശ രാജ്യങ്ങളൊക്കെ സന്ദർശിച്ചിട്ടുള്ള ആളാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു പരിസരത്തിലൂടെയാണ് ഗാന്ധിയൻ ചിന്തകൾ വളർന്നു വന്നത്. ശ്രീനാരായണ ഗുരുദേവൻ അദ്ദേഹം സംസ്കൃതത്തിലും അദ്വൈത ചിന്തയിലും വേദാന്തത്തിലുമൊക്കെ അപാര പാണ്ഡിത്യമുള്ള ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ ഇവർ തമ്മിൽ ഉള്ള കൂടിക്കാഴ്ച ഈ രണ്ട് വ്യത്യസ്ത ധാരകൾ തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ചയായി കൂടി വിലയിരുത്തപ്പെടുന്നുണ്ട്. ഇതിൻ്റെ ഒരു ചരിത്രപരമായ പശ്ചാത്തലം സാറ് എങ്ങനെ നോക്കിക്കാണുന്നു? അന്നത്തെ കാലഘട്ടത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ സാമൂഹികപരമായിട്ടും സാമ്പത്തികപരമായിട്ടും വലിയ വികാസം സംഭവിക്കാത്ത ഒരു പ്രാചീന മേഖലയായിട്ട് വേണം അന്നത്തെ തിരുവിതാംകൂറിനെയും അന്നത്തെ കേരളത്തെയും കാണേണ്ടത്. ജന്മിത്വ വ്യവസ്ഥിതി, പുരുഷ മേധാവിത്വം, പ്രാചീന മുതലാളിത്തം, അങ്ങനെ തുടങ്ങിയ പഴയ കാലഘട്ടത്തിൻ്റെ പ്രശ്നങ്ങളെല്ലാം അക്കാലത്തുണ്ടായിരുന്നു. ഇന്ന് കാണുന്ന രീതിയിലുള്ള ഔപചാരികമായ വിദ്യാഭ്യാസത്തിൻ്റെ വളർച്ചയോ അടിസ്ഥാന സൗകര്യങ്ങളുടെ പശ്ചാത്തലമോ ആരോഗ്യരംഗത്ത് വലിയ മാറ്റങ്ങളോ അങ്ങനെ ഒന്നുമില്ലാത്ത ഒരു ഒട്ടും ഡൈനാമിക് അല്ലാത്തൊരു സമൂഹമായിരുന്നു അന്നത്തെ പശ്ചാത്തലത്തിലുള്ളത്. നമുക്കറിയാം, സ്വാമി വിവേകാനന്ദൻ കൊടുങ്ങല്ലൂർ ക്ഷേത്രം സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തോട് ജാതി പറഞ്ഞിട്ട് അമ്പലത്തിൽ കയറിയാൽ മതി എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം അദ്ദേഹം ജാതി പറയാൻ താല്പര്യം കാണിച്ചില്ല. ജാതി ഇല്ല എന്ന് തന്നെ പറഞ്ഞു. മാത്രമല്ല, ഇത്രത്തോളം ജാതി വ്യവസ്ഥയിൽ ആണ്ടുകിടക്കുന്ന ഒരു സമൂഹത്തെ ഭ്രാന്താലയം എന്ന് വിളിച്ചതും കുറച്ചു കാലം മുമ്പായിരുന്നു. അതുകൊണ്ട് അന്നത്തെ ചരിത്രം വളരെ മോശമായിരുന്നു. എന്നാലും സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയും സാമൂഹിക പുരോഗതിക്ക് വേണ്ടിയും നടത്തിയ പോരാട്ടങ്ങളുടെ തുടക്കത്തിൻ്റെ കാലഘട്ടവും ഈ സമയമായിരുന്നു. 1885 ശേഷം ആധുനിക സ്വാതന്ത്ര്യ സമരത്തിൻ്റെ തുടക്കം രാജ്യത്തെമ്പാടുമുണ്ടായി. 1907 മലബാറിൽ അഖിലേന്ത്യാ കോൺഗ്രസിൻ്റെ ഒരു ബ്രാഞ്ച് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി രൂപീകരിച്ചു. സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട വളർച്ച വന്നെങ്കിലും തിരുവിതാംകൂറും കൊച്ചിയും നാട്ടുരാജ്യങ്ങളായിരുന്നു. ആ നാട്ടുരാജ്യങ്ങളുടെ പശ്ചാത്തലത്തിൽ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം അക്കാലത്ത് തുടങ്ങുകയും പ്രവർത്തിക്കുകയും ബുദ്ധിമുട്ടുമായിരുന്നു. പിന്നീട് ചില തീരുമാനങ്ങളും മാറ്റങ്ങളും എടുത്ത് പ്രാദേശികമായ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കി എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. എന്നാലും സാമൂഹ്യ മാറ്റത്തിന് വേണ്ടി പരിശ്രമിക്കേണ്ട ഒരു പശ്ചാത്തലം, അതിനുവേണ്ടി മുന്നോട്ട് വന്ന നേതാക്കന്മാർ, സാമൂഹിക പുരോഗതിക്ക് വേണ്ടി സമരം ചെയ്ത നേതാക്കന്മാർ, അതിൽ ശ്രീനാരായണ ഗുരുവും ചട്ടമ്പി സ്വാമിയും അതോടൊപ്പം പണ്ഡിറ്റ് കറുപ്പനും അയ്യങ്കാളിയും അങ്ങനെ തുടങ്ങിയ ഒത്തിരി ആൾക്കാർ ആ സമയത്ത് സമൂഹത്തിൻ്റെ നവോത്ഥാനത്തിന് വേണ്ടി മുന്നോട്ട് വന്നവരാണ്. അവരെ സ്വീകരിക്കാനോ അവരെ പ്രോത്സാഹിപ്പിക്കാനുള്ള ഒരു പശ്ചാത്തലം തീരെ ഇല്ലായിരുന്നു. ഔപചാരികമായ വിദ്യാഭ്യാസവും ഇല്ലായിരുന്നു. എന്നാലും സ്വാമിജി ശ്രീനാരായണ ഗുരുവിന് സമൂഹത്തിൽ വേണ്ട സ്ഥാനം അന്നേ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം, ആധ്യാത്മിക ചിന്തയിലുള്ള അദ്ദേഹത്തിൻ്റെ അഗാധമായ അറിവ്, സംസ്കൃതത്തിലുള്ള പാണ്ഡിത്യം, ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾക്ക് അദ്ദേഹത്തിനെ സമൂഹം ബഹുമാനിച്ചിരുന്നു. അദ്ദേഹം കേരളമെമ്പാടും യാത്ര ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട മേഖലകളിലൊക്കെ പ്രവർത്തിച്ചിരുന്നു. അതോടൊപ്പം ഇതിൻ്റെ മുൻപന്തിയിൽ നിന്ന സമൂഹത്തിലെ നേതാക്കന്മാരും മറ്റും അദ്ദേഹത്തെ ബഹുമാനിച്ചിരുന്നു. പിന്നെ അരുവിക്കരയിലെ
വളരെ പ്രസിദ്ധമായ ശിവപ്രതിഷ്ഠയും ഒക്കെ അന്നുണ്ടാക്കിയ ചലനം എത്ര വലുതാണെന്ന് അറിയാമല്ലോ. മാത്രമല്ല ക്ഷേത്രപ്രവേശനം തന്നെ ഒരു വലിയൊരു നാഴികക്കല്ലായി വരുന്ന ഒരു സമരത്തിൻ്റെ തുടക്കമാണ്. ഇന്ത്യയിൽ തന്നെ, രാജ്യത്ത് തന്നെ, ഭാരതത്തിൽ തന്നെ ഒരു ക്ഷേത്രപ്രവേശന സമരം ഇത്ര ശക്തമായിട്ട് വന്നത് 1924 വൈക്കം സത്യാഗ്രഹത്തിലാണ്. പിന്നീട് വൈക്കം സത്യാഗ്രഹം ഭാഗികമായ വിജയം നേടി 1936 ക്ഷേത്രപ്രവേശന വിളംബരം തന്നെ ഉണ്ടാകുന്നത്. അന്ന് ഭാരതത്തിലെ ആദ്യത്തെ ഡിക്ലറേഷനാണ് 1936 വരുന്നത്. പക്ഷെ അതിൻ്റെ അടിത്തറ പാകിയത് വൈക്കം സത്യാഗ്രഹം. അപ്പോൾ ഇന്നത്തെ അങ്ങനെയുള്ള നോക്കുമ്പോൾ സാമൂഹ്യ പുരോഗതിക്ക് വേണ്ടി ശ്രമിക്കേണ്ട ഒരു കാലഘട്ടമാണ്. പുരോഗതി തീരെ ഇല്ലായിരുന്നു. ജാതി വ്യവസ്ഥ, അതിൻ്റെ വളരെ ഹൈറാർക്കിക്കലായിട്ടുള്ള ജാതി വ്യവസ്ഥ സമൂഹത്തെ പിച്ചു ചീന്തിയിരുന്നു. നമ്മൾക്ക് കാണാൻ മനസ്സിലാക്കാനും വയ്യാത്ത രീതിയിലുള്ള തൊട്ടുകൂടായ്മ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്നത്തെ മൃഗീയമായ ആ ഒരു ജീവിതം സാഹചര്യം എത്ര ബുദ്ധിമുട്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കണം. അപ്പം ഇത്തരത്തിലുള്ളൊരു സമ്മിശ്രമായ ഒരു പശ്ചാത്തലമാണ് അന്നുണ്ടായത്. സാറ് അന്ന് നിലവിലിരുന്ന ജാതി വ്യവസ്ഥയെക്കുറിച്ച് സാറ് സൂചിപ്പിച്ചു. ഈ ജാതി വ്യവസ്ഥയെക്കുറിച്ച് ഗാന്ധിജിക്കും ശ്രീനാരായണ ഗുരുദേവനും വ്യത്യസ്തമായ കാഴ്ചപ്പാടാണ് ഉണ്ടായിരുന്നത് എന്ന് കേട്ടിട്ടുണ്ട്. ഗാന്ധിജിയുടെ അഭിപ്രായത്തിൽ ജാതീയമായ ഉച്ചനീചത്വങ്ങൾ ഇല്ലാതാവണം, അയിത്തം തുടങ്ങിയ അനാചാരങ്ങൾ ഒഴിവാവണം. പക്ഷേ ജാതി വ്യവസ്ഥ പൂർണ്ണമായും ഇല്ലാതാവണം എന്ന അഭിപ്രായം ഗാന്ധിജിക്ക് ഉണ്ടായിരുന്നതായി തോന്നിയിട്ടില്ല. പക്ഷേ ശ്രീനാരായണ ഗുരുദേവനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ജാതി ഭേദം തന്നെ പോകണം എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടത്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഈ കാഴ്ചപ്പാടുകളുടെ വ്യത്യാസത്തെ അതിനെ സാറ് അന്നത്തെ സാഹചര്യത്തിൽ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഈ പറഞ്ഞത് ശരിയാണ്. ആ നിലയ്ക്ക് ഒരുപക്ഷെ ഗാന്ധിജിയേക്കാൾ വലിയ വിപ്ലവകാരിയായിരുന്നു ശ്രീനാരായണ ഗുരു എന്ന് പറയാം. വർണ്ണാശ്രമത്തിൽ അടിസ്ഥാനപ്പെടുത്തിയ ജാതി വ്യവസ്ഥ ആയിരുന്നു ഗാന്ധിജി മനസ്സിലാക്കിയിരുന്നത്. അത് രണ്ടുപേരും മനുഷ്യൻ്റെ തുല്യതയ്ക്ക് വേണ്ടിയും മനുഷ്യത്വത്തിന് വേണ്ടിയും വാദിച്ചിരുന്നു എന്നുള്ളൊരു കോമൺ ഗ്രൗണ്ട് അവിടെയുണ്ട്. പക്ഷേ സമൂഹത്തിൽ ശക്തി പ്രാപിച്ചിരുന്ന വർണ്ണാശ്രമത്തിലുള്ള ജാതി സമ്പ്രദായം അത് സമൂഹത്തിൽ അന്നത്തെ കാലഘട്ടത്തിൽ അതൊരു ഹൈറാർക്കിക്കലായിരുന്നു, ഉച്ചനീചത്വത്തിലായിരുന്നു എന്ന് നമുക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ട് തന്നെ സമൂഹത്തിൽ പ്രതിരോധത്തിന് പട്ടാളവും വേണം, സാമ്പത്തിക ശക്തി വളർത്താനായിട്ട് മർച്ചൻ്റ് ക്ലാസ് വേണം, വ്യവസായികൾ വേണം, പിന്നെ തീരെ താഴെ ബുദ്ധിമുട്ടുള്ള പണി ചെയ്യാനായിട്ട് ലേബർ ക്ലാസ് വേണം. അപ്പം അദ്ദേഹം ഒരർത്ഥത്തിൽ ചാതുർവർണ്ണ സമ്പ്രദായത്തിൻ്റെ തുടർച്ചയെ നശിപ്പിച്ചില്ലായിരുന്നു, അത് നശിക്കണമെന്നും പറഞ്ഞില്ല. പക്ഷേ അതോടൊപ്പം മനുഷ്യൻ തുല്യതയ്ക്ക് വേണ്ടി വരണം. അപ്പോൾ വേണ്ടത് ജാതി വ്യവസ്ഥയെ പുനഃക്രമീകരിച്ച് ഉദ്ധരിച്ച് പരിഷ്കാരങ്ങൾ കൊണ്ടുവന്ന് മനുഷ്യത്വത്തിലേക്ക് എത്തുക. സ്വാമിജി അങ്ങനെ ആയിരുന്നില്ല. ശ്രീനാരായണ ഗുരു ആവശ്യപ്പെട്ടത് ജാതി തന്നെ നശിക്കണം. അദ്ദേഹം അത് വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് മനസ്സിലാക്കാൻ നമുക്ക് ബുദ്ധിമുട്ട് പോലുമില്ല. അദ്ദേഹം പറഞ്ഞത് നമ്മളെ ഒരു ജാതിയിൽ പിടിച്ചിട്ടാൽ അടുത്ത തലമുറയും അതേ തൊഴിൽ തന്നെ ചെയ്യും. അപ്പോൾ അതിനകത്ത് സ്വാതന്ത്ര്യമില്ല. ഒരു ജോലി ചെയ്യുന്ന ആളുടെ അടുത്ത മകൻ അടുത്ത ജോലി അത് തന്നെ ചെയ്യുന്നു. അത് തലമുറ ആയിട്ട് അത് തന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്ത് സ്പെഷ്യലൈസേഷനാണ് കിട്ടുന്നത്? എന്ത് മൊണോട്ടണസ് ഒരേ പ്രവൃത്തി തന്നെ ചെയ്യുമ്പോൾ അതിൽ നമുക്ക് ഒന്നും മുന്നോട്ട് പോകാൻ പുരോഗമിക്കാൻ പറ്റുന്നില്ല. സമൂഹത്തിൻ്റെ പുരോഗതിക്ക് പറ്റുന്നില്ല. തൊഴിലിലും പ്രാവീണ്യം വരുന്നില്ല. ഒരേ പ്രവൃത്തി തന്നെ വീണ്ടും അതേ ടൂൾസൊക്കെ വെച്ച് ചെയ്യുമ്പോൾ പ്രത്യേകിച്ചൊന്നും വരുന്നില്ല. സ്വാതന്ത്ര്യമില്ല. മറിച്ച് മറ്റൊന്നിലേക്ക് മാറി അടുത്ത തലമുറ വേറെ പ്രവൃത്തിയിലേക്ക് ചെല്ലുമ്പോഴാണ് അവിടെ വിപ്ലവകരമായിട്ട് മാറ്റം വരുന്നത്. അപ്പം അതിന് അദ്ദേഹം പറഞ്ഞത് ജാതി വ്യവസ്ഥ തകർത്തേ പറ്റൂ. അതിനകത്ത് നമുക്ക് ജാതിയില്ല, ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്നുള്ള. അത് മാത്രമല്ല അദ്ദേഹം ഗാന്ധിജിയോട് ആ ചർച്ചയിൽ പറഞ്ഞൊരു കാര്യം നമുക്ക് പ്രസിദ്ധമായൊരു കാര്യമാണ്. ഗാന്ധിജി പറഞ്ഞ ഒരു ചെടിയുടെ ഇലകളെല്ലാം ഒരുപോലെ ആയിരിക്കില്ല, ചെറിയ വ്യത്യാസങ്ങൾ കാണും എന്ന് പറഞ്ഞപ്പോൾ സ്വാമിജി പറഞ്ഞത് എന്താണ്? അതിനെ പൊടിച്ച് അരച്ച് അതിൻ്റെ ചാറ് പിഴിഞ്ഞ് നോക്കൂ, എല്ലാ ഇലകളുടെയും ഗുണവംശം ഒന്നാണ്. അപ്പം അതിൻ്റെ അർത്ഥം മനുഷ്യൻ്റെ ജീവാമൃതം എന്ന് പറയുന്നത് ഒന്ന് തന്നെയാണ്. മനുഷ്യർ തമ്മിൽ യാതൊരു വ്യത്യാസം. വളരെ വിപ്ലവകരമായ, അത്രയും വിപ്ലവകരമായ ഒരു കാഴ്ചപ്പാട് അന്നത്തെ കാലത്ത് മറ്റാർക്കും ഉണ്ടായിരുന്നില്ല. ഇതിൽ കൂടുതൽ അതിനെ ലളിതമായിട്ട് അദ്ദേഹം വിവരിച്ചത് ഗാന്ധിജിക്ക് മനസ്സിലായി എന്നാണ് നമുക്ക് അതിൽ നിന്ന് ഊഹിക്കേണ്ടത്. അപ്പോൾ അദ്ദേഹം വാസ്തവത്തിൽ വളരെ കൺവിൻസിംഗ് ആയിട്ടാണ് ഗാന്ധിജിയെ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. അത് മാത്രമല്ല ജാതി വ്യവസ്ഥയ്ക്കപ്പുറം നമുക്ക്
തൊട്ടുകൂടായ്മ പാടില്ല. അത് ഗാന്ധിജിയും എഗ്രി ഹരിജനോദ്ധാരണം. എല്ലാവരും തുല്യരായിരിക്കണം. അങ്ങനെ എല്ലാവരും തുല്യരായിരിക്കുമ്പോൾ മനുഷ്യത്വത്തിനും മനുഷ്യ നന്മയ്ക്കുമായ വളർച്ചയുണ്ടാകും. അങ്ങനെ വളരെ പുരോഗമനപരമായ വിപ്ലവകരമായ ഒരു സംഭാവനയാണ് ശ്രീനാരായണ ഗുരു നൽകിയത്. സർ, നേരത്തെ വൈക്കം സത്യാഗ്രഹത്തെക്കുറിച്ച് സൂചിപ്പിച്ചു. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു ഗാന്ധിജി ശ്രീനാരായണ ഗുരുദേവൻ കൂടിക്കാഴ്ച നടന്നത്. അതെ. വൈക്കം സത്യാഗ്രഹത്തിൽ ഗാന്ധിജിയുടെ ചില നിലപാടുകളുണ്ടായിരുന്നു. ഉദാഹരണം, ഈ ജോർജ് ജോസഫ് അതിൽ സമരത്തിൽ പങ്കെടുക്കണ്ട, കാരണം അദ്ദേഹം ക്രിസ്ത്യാനിയാണ്, ഇത് ഹിന്ദുക്കളുടെ ഒരു ആഭ്യന്തര പ്രശ്നം മാത്രമാണ് എന്നുള്ളതായിരുന്നു ഗാന്ധിജിയുടെ നിലപാട്. ഗുരുദേവൻ്റെ നിലപാടും ഗാന്ധിജിയുടെ നിലപാടും ഈ കാര്യത്തിലൊക്കെ ഏകദേശം ഒന്ന് തന്നെ ആയിരുന്നു? ഒരിക്കലുമില്ല. KPCCയുടെ നേതൃത്വത്തിലിരുന്ന KP കേശവമേനോനും മറ്റും അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ KPCCയുടെയും കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെയും നേതൃത്വം ജോർജ് ജോസഫിലേക്ക് വന്നു. അപ്പോൾ അദ്ദേഹം സീനിയർ മോസ്റ്റായ നേതാവാണ്. പക്ഷേ അദ്ദേഹം ഇക്കാര്യത്തിൽ ഇടപെടരുത് എന്നൊരു നിലപാടാണ് ഗാന്ധിജി പറഞ്ഞത്. ഗാന്ധി ഇക്കാര്യത്തിൽ ഇത് ഹിന്ദുക്കളുടെ കാര്യമാണ്, ഇതിൽ നിങ്ങൾക്ക് കാര്യമൊന്നുമില്ല, മാറി നിൽക്കണം. സിവിൽ റൈറ്റിൻ്റെ കാര്യമായിട്ട് കണ്ടില്ല, ഒരു പൗരാവകാശ സമരമായിട്ട് അതിനെ കണ്ടില്ല. അത് സ്വാമിജി വളരെ വ്യക്തമായിട്ട് അതിന് മറുപടി പറഞ്ഞു. തീർച്ചയായിട്ടും അതിൽ ഇടപെടാനുള്ള എല്ലാ അവകാശമുണ്ട്. അതുകൊണ്ട് തന്നെ ജോർജ് ജോസഫിൻ്റെ നേതൃത്വത്തിലുള്ള സമരം തുടരുക തന്നെ വേണം എന്ന് പറഞ്ഞു. പിൽക്കാലത്ത് ഗാന്ധി എടുത്ത മറ്റൊരു തീരുമാനം, പഞ്ചാബിൽ നിന്ന് അമൃത്സറിൽ നിന്നൊക്കെ അവിടെ അടുക്കള സംഭാവന ചെയ്യാനായിട്ട് അവിടെ നിന്ന് ആൾക്കാർ വന്നു. അത് അന്ന് വൈക്കത്ത് അതിൻ്റെ സമരത്തിനെ സഹായിക്കാൻ വന്നപ്പോൾ ആ ഭോജന സഹായമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് സിഖ് സമുദായത്തിൻ്റെ നേതൃത്വം വേണ്ട എന്നുള്ള അഭിപ്രായം പോലും ഗാന്ധിജിക്കുണ്ടായിരുന്നു. പക്ഷേ സമരം കൊണ്ട് നയിച്ച ആൾക്കാർ നമ്മൾ ഓർക്കണം. ഇ വി രാമസ്വാമി നായിക്കർ, മന്നത്ത് പത്മനാഭൻ, അതേപോലെ മറ്റ് സമുദായ നേതാക്കന്മാർ, ഇവരെല്ലാവരും നിൽക്കുമ്പോൾ സമയത്ത് ഒരുമിച്ചുള്ള പ്രവർത്തനമാണ് വേണ്ടത്. അപ്പോൾ കോൺഗ്രസിൻ്റെ പ്രസ്ഥാനം ഒരു മതേതരത്വ പ്രസ്ഥാനം, ഒരു ദേശീയ പ്രസ്ഥാനം, അതോടൊപ്പം സാമൂഹിക പരിഷ്കരണവും വരണം. ഇത് രണ്ടും സംഭവിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് പ്രത്യേകിച്ചൊരു പൗരാവകാശത്തിൻ്റെ മാറ്റമായി മാറും. കാരണം നമ്മൾ ആലോചിക്കണം, അന്നത്തെ കാലത്ത് മറ്റൊരു നേതാവ് ചൂണ്ടിക്കാണിച്ച പോലെ അമ്പലത്തിൻ്റെ നടയിൽ കൂടി പട്ടികൾക്കും മറ്റു മൃഗങ്ങൾക്കും പോകാൻ പറ്റുമ്പോൾ മനുഷ്യർക്ക് നടക്കാൻ പറ്റില്ല എന്ന എത്ര കൺസർവേറ്റീവായൊരു തീരുമാനമായിരുന്നു ഇണ്ടൻ തുരുത്ത് മനയിൽ നിന്ന് വന്നത്. അന്നത്തെ സമൂഹം അങ്ങനെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ജോർജ് ജോസഫ് ഇക്കാര്യത്തിൽ തുടരണമെന്നും നയിക്കണമെന്നും ഉള്ള വ്യക്തമായ നിലപാടാണ് സ്വാമി പറഞ്ഞത്. ഈ ബ്രിട്ടീഷ് ഭരണകാലത്ത് ആ സമയത്തായിരുന്നല്ലോ ഈ കൂടിക്കാഴ്ചയും എല്ലാം നടന്നത്. അതെ. ഈ ബ്രിട്ടീഷ് ഭരണകാലത്ത് നമ്മുടെ മിഷണറി പ്രവർത്തനവും നമ്മുടെ നാട്ടിൽ വളരെ വ്യാപകമായിരുന്നു. അതെ. അവർ വൈദ്യശാസ്ത്ര രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ നൽകിയത് വളരെ അമൂല്യമായ സംഭാവനകളാണ്. പക്ഷേ അതോടൊപ്പം തന്നെ അവർ വ്യാപകമായി മതപരിവർത്തനവും നടത്തിയിരുന്നു. ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുദേവനും മതപരിവർത്തനത്തിന് എതിരുമായിരുന്നു. അതെ. ഇവർ തമ്മിൽ നടത്തിയ ഈ കൂടിക്കാഴ്ചയിൽ മതപരിവർത്തനം എന്നുള്ളൊരു വിഷയം കടന്നു വന്നു. ആ ചർച്ച പിന്നീട് കേരളത്തിൻ്റെ സാമൂഹ്യ മണ്ഡലത്തിൽ എന്തെങ്കിലും സ്വാധീനം ചെലുത്തിയോ? എന്താണ് ആ വിഷയത്തെക്കുറിച്ചുള്ള സാറിൻ്റെ അഭിപ്രായം? തീർച്ചയായിട്ടും മതപരിവർത്തനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇവർ നടത്തിയ മാർച്ച് 12-ാം തീയതി നടത്തിയ ചർച്ചയിൽ വന്നു എന്നുള്ളതാണ്. ആത്മീയ മോക്ഷത്തിനും ആത്മീയതയുടെ വളർച്ചയ്ക്കും തീർച്ചയായിട്ടും ഹിന്ദുമതത്തിലെ വിശ്വാസങ്ങൾ തന്നെ ധാരാളമാണ് എന്നുള്ളൊരു നിലപാടാണ് സ്വാമിജിക്കുണ്ടായിരുന്നത്. ആത്മീയ സാക്ഷാത്കാരത്തിന് ഹിന്ദുമതത്തിൽ വേണ്ടുവോളം നിർദ്ദേശങ്ങളുണ്ട്. അതിന് അദ്ദേഹം അദ്വൈത സിദ്ധാന്തങ്ങളെ ഉപനിഷത്തുകളെയൊക്കെ കോട്ട് ചെയ്ത് ഉദ്ധരിച്ചുകൊണ്ട് പല കാര്യങ്ങളും പറഞ്ഞു. എന്നാൽ സമൂഹത്തിലെ മാറ്റങ്ങൾ വരുമ്പോൾ ചില ആൾക്കാർക്ക് ആത്മീയ വളർച്ച മാത്രമല്ല ഭൗതിക വളർച്ചയ്ക്കും താല്പര്യമുണ്ട്. അങ്ങനെ ഭൗതിക വളർച്ചയ്ക്ക് താല്പര്യമുള്ള ആൾക്കാർ തീർച്ചയായിട്ടും ചില വിശ്വാസങ്ങൾ കൂടുതൽ നേടാനായി മതപരിവർത്തനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കൊക്കെ പോയേക്കും. ആ നിലയ്ക്കാണ് മതപരിവർത്തനത്തെ കാണേണ്ടത്. മതപരിവർത്തനം ആ നിലയ്ക്ക് നല്ലതല്ല എന്നുള്ള ഒരു ചിന്താഗതി സ്വാമിജിക്കുണ്ടായിരുന്നു. കാരണം ഹിന്ദുമതത്തിൽ തന്നെ അതിന് വേണ്ടാത്ത ശക്തി ഉള്ളപ്പോൾ ഇക്കാര്യത്തിൽ ഇത് മതപരിവർത്തനം ചെയ്യുന്നത് ശരിയായ രീതിയല്ല. അതുകൊണ്ട് ജനങ്ങൾ ഒരുപക്ഷെ അതിൽ പ്രേരിക്കപ്പെടാൻ കാരണം ഭൗതിക താല്പര്യങ്ങൾ ഉൾപ്പെടെയുള്ള നേട്ടങ്ങൾ കണക്കാക്കിക്കൊണ്ട് നിർബന്ധിക്കപ്പെടുകയാണ്. പ്രത്യേകിച്ച് അന്നത്തെ ദാരിദ്ര്യം, പട്ടിണി, തൊട്ടുകൂടായ്മ, ഇതെല്ലാം ഇത് ഹിന്ദു മതത്തിൽ തന്നെ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്ന് ആത്മീയ പുരോഗതി കൊണ്ടുവരണം, സാമൂഹിക പുരോഗതി വരണം. അപ്പോൾ ഹിന്ദുമതത്തെ തന്നെ ഉദ്ധരിച്ച് സാമൂഹികപരമായ മാറ്റം വരുത്തി ആ സോഷ്യൽ റിഫോം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നം അവിടെ ഉദിക്കുന്നേയില്ല.
പക്ഷേ അദ്ദേഹം തന്നെ പറയും, ചില ആൾക്കാർക്ക് അത് പോരാ, ഭൗതികപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കണം എന്നുള്ള അത് മതപരിവർത്തനത്തിലേക്ക് വഴിതെളിയിക്കും. അതിനെ അത്ര പ്രോത്സാഹിപ്പിക്കേണ്ട കാര്യമില്ലല്ലോ. കാരണം ചിന്താഗതിയുടെ കാര്യത്തിൽ എല്ലാ മതങ്ങളിലും ആത്മീയ ചിന്താഗതിയെക്കുറിച്ച് പറയുന്നുണ്ട്, അതിന് തർക്കമൊന്നുമില്ല. അപ്പോൾ ഇവിടെ ഉദ്ധരിക്കാനുള്ള പശ്ചാത്തലം ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ആത്മീയ മോചനത്തിനും ആത്മീയ വളർച്ചയ്ക്കുമൊക്കെ ഇന്ത്യൻ ഇല്ലെങ്കിൽ ഭാരതീയ ഹിന്ദു വിശ്വാസങ്ങൾക്കകത്ത് അതിനുള്ള സാധ്യതകളുണ്ട്. അതിനുവേണ്ടിയുള്ള പരിഷ്കാരങ്ങളാണ് അത് ചെയ്യേണ്ടത്. അത് മാത്രമല്ല, അദ്ദേഹം ഇത്തരത്തിലുള്ള ചൂഷണങ്ങളൊന്നും ഹിന്ദുമതത്തിൽ പറഞ്ഞിട്ടില്ല എന്ന് അദ്ദേഹം ഗീതയിലും മറ്റു കാര്യങ്ങളും ഉദ്ധരിച്ച് ഗാന്ധിജിയോട് തന്നെ സംസാരിക്കുന്നുണ്ട്. ഇത് എങ്ങനെ കടന്നു വന്നു എന്ന് നമുക്ക് സ്ഥാപിക്കാൻ പറ്റുന്നില്ല. പക്ഷേ പഴയ പ്രമാണങ്ങളിലും അന്നത്തെ ലേഖനങ്ങൾ, അന്നത്തെ ഗ്രന്ഥങ്ങളിലും എന്നും തന്നെ ഇത്തരത്തിലുള്ള ഉച്ചനീചത്വങ്ങൾ പറയുന്നേയില്ല. അപ്പം അതുകൊണ്ട് അദ്ദേഹം മതപരിവർത്തനത്തിന് എതിരായിരുന്നു, ഗാന്ധിജിയും എതിരായിരുന്നു ആ നിലയ്ക്ക്. ആധ്യാത്മിക ഉന്നതിക്ക് ഹിന്ദുമതം തന്നെ ധാരാളമാണ് എന്ന് ശ്രീനാരായണ ഗുരുദേവൻ അഭിപ്രായപ്പെട്ടു എന്ന് സാറ് പറഞ്ഞു. പക്ഷേ ആത്മീയ ഉന്നതിക്കൊപ്പം തന്നെ ഭൗതികമായ ഉന്നതിക്കും ശ്രീനാരായണ ഗുരുദേവൻ പ്രാധാന്യം കൊടുത്തിരുന്നു. സമാജം സംഘടിക്കണമെന്നും വ്യവസായത്തിലും വിദ്യാഭ്യാസത്തിലുമൊക്കെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും അങ്ങനെ സമൂഹം സമ്പത്താർജിക്കണമെന്നുമൊക്കെ ശ്രീനാരായണ ഗുരുദേവൻ ധാരാളമായി ആഹ്വാനം ചെയ്തിരുന്നു. അത്തരത്തിലുള്ള പല പരിശ്രമങ്ങളും അദ്ദേഹം തുടങ്ങി വെക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഗാന്ധിജിയുടെ ഭാഗത്തു നിന്ന് അത്തരത്തിലുള്ള ആഹ്വാനങ്ങളോ പരിശ്രമങ്ങളോ ഒക്കെ ഉണ്ടായതായി എങ്ങും വായിച്ചു കാണുന്നില്ല. ഇത് ഗാന്ധിജിയും ഗുരുദേവനുമായുള്ള ഒരു ദർശന വൈജാത്യമായി വിലയിരുത്താൻ സാധിക്കുമോ? വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. ഗാന്ധിജിക്ക് അന്നത്തെ സമൂഹത്തിനെക്കുറിച്ച് വേണ്ട വിമർശനം ഉണ്ടായിരുന്നെങ്കിലും വിപ്ലവകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്ന കാര്യത്തെക്കുറിച്ച് അദ്ദേഹത്തിന് തന്നെ ഒരുപാട് സംശയങ്ങളുണ്ടായിരുന്നു. ഞാനൊരു ഉദാഹരണം പറയാം. കുടിൽ വ്യവസായങ്ങൾ തുടരണമെന്ന് ഗാന്ധിജി ആവശ്യപ്പെട്ടു. വലിയ വ്യവസായങ്ങളെക്കാൾ കുടിൽ വ്യവസായങ്ങൾ തുടരണമെന്നാണ്. സ്ത്രീകൾ ഭവനത്തിന് പുറത്തുപോയി ജോലി ചെയ്യേണ്ട എന്നുള്ളൊരു അഭിപ്രായക്കാരാണ്. ജോലി ചെയ്യണം, അത് ചർക്കയും നൂൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യാം, അങ്ങനെ പ്രൊഡക്ഷന് വേണ്ടി ഉൽപ്പാദനത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യാം. പക്ഷെ അത് സ്വന്തം ഭവനത്തിലാണെങ്കിൽ സുരക്ഷിതത്വമുണ്ട്, പുറത്തു പോയാൽ അത് കിട്ടത്തില്ല എന്നുള്ളൊരു ചിന്താഗതിയായിരുന്നു ഗാന്ധിജിക്കുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം വലിയ വ്യവസായങ്ങളെ മറ്റും പ്രേരിപ്പിക്കാത്തതും അതിനുവേണ്ടി അഡ്വക്കസി നടത്താത്തതും. അത് അന്നത്തെ പശ്ചാത്തലത്തിൽ ഗാന്ധിജിക്ക് സമൂഹത്തെക്കുറിച്ചും അന്നത്തെ കിരാത സംസ്കാരത്തെക്കുറിച്ചുമൊക്കെ ഭയമുണ്ടായിരുന്നത് കൊണ്ടും സ്ത്രീകൾ സുരക്ഷിതരല്ല എന്നുള്ള ചിന്താഗതിയിലുമാണ്. പക്ഷേ സ്വാമിജി ആകട്ടെ വളരെ വിപ്ലവകരമായ നിലപാടാണ് എടുത്തത്. വിദ്യാഭ്യാസത്തിൽ കൂടി മോചിതരാവുക, വ്യവസായങ്ങളിൽ കൂടി സാമ്പത്തിക വളർച്ച നേടുക. ഇക്കാര്യത്തിൽ സ്ത്രീ പുരുഷ സമഭാവന, തുല്യതയ്ക്ക് വേണ്ടി അദ്ദേഹം വാദിച്ചു എന്നുള്ളതാണ് സത്യം. വിദ്യാഭ്യാസത്തിന് വേണ്ടി സംഭാവന ചെയ്യുക എന്ന് മാത്രമല്ല, വിദ്യാഭ്യാസത്തിൽ കൂടി സംഘടിക്കുക, അത് വിമോചനത്തിന് കാരണമാണ്. അതുകൊണ്ട് വിദ്യാഭ്യാസം വളരെ ആവശ്യമാണ്. അതിൻ്റെ ഉദാഹരണമായി അദ്ദേഹം ഗാന്ധിയെ കാണിച്ചു കൊടുത്തത് വർക്കലയുള്ള ശിവഗിരി ആശ്രമത്തിൽ തന്നെ എല്ലാ വിഭാഗത്തിലെ ആൾക്കാരും പഠിക്കുന്നുണ്ട്. ഗാന്ധിജി അവരുമായിട്ട് സംസാരിച്ചു. അപ്പോൾ ഉപനിഷത്തുകളെക്കുറിച്ചും അദ്വൈത സിദ്ധാന്തത്തെക്കുറിച്ചും അവിടെ പഠിക്കുന്ന കുട്ടികൾക്കുള്ള അഗാധമായ അറിവ് കണ്ട് ഗാന്ധിജി തന്നെ അത്ഭുതപ്പെട്ടു. അപ്പോൾ അതിനകത്ത് ഉച്ചനീചത്വങ്ങളിൽ എല്ലാ സമുദായക്കാർക്കും പഠിക്കാം, എല്ലാ ജാതിക്കാരും ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് വിദ്യാഭ്യാസം ആർക്കും നിയന്ത്രിക്കേണ്ട കാര്യമല്ല. സാർവത്രിക വിദ്യാഭ്യാസം, അത് ലിംഗവ്യത്യാസമില്ലാതെ, ജാതി വ്യത്യാസമില്ലാതെ, മതവ്യത്യാസമില്ല, എല്ലാവർക്കും വിദ്യാഭ്യാസം. ആ വിദ്യാഭ്യാസം കൊടുത്താൽ മാത്രം പോരാ, അതുവഴി നൈപുണ്യം ഉണ്ടാകും, വളർച്ചയുണ്ടാകും, അതുവഴി വ്യവസായങ്ങൾക്ക് സൃഷ്ടിക്കാൻ കാരണമാക്കും. അപ്പോൾ വളരെ റാഡിക്കലായിട്ടുള്ള ഒരു റെക്കമെൻഡേഷൻ, ഒരു ശുപാർശയാണ് സ്വാമിജി നൽകിയത്. കാരണം വിദ്യാഭ്യാസത്തിൽ കൂടി നമുക്ക് മൊബിലിറ്റി ഉണ്ടാകും, വിദ്യാഭ്യാസത്തിൽ കൂടുതൽ ഉൾക്കാഴ്ചകളും വളർച്ചയും ഉണ്ടാകും. അത് നമ്മളെ പുതിയ കാഴ്ചപ്പാടുകളിലേക്കും പുതിയ നേട്ടങ്ങളിലേക്കും പുതിയ സമൂഹത്തിലേക്കും കൊണ്ടെത്തിക്കും. അത് സാമ്പത്തിക വളർച്ചയ്ക്ക് കാരണമാക്കും, അത് വ്യവസായത്തിൻ്റെ മാറ്റങ്ങൾക്ക് കാരണമാക്കും, സാങ്കേതിക വിദ്യയുടെ വളർച്ചയ്ക്ക് കാരണമാക്കും. സ്വാമിജി പറഞ്ഞത് പിന്നീട് എത്ര ശരിയാണെന്ന് കേരളത്തിലെ കാഴ്ചപ്പാട് കണ്ടാൽ മതിയല്ലോ. ഇന്നിപ്പോൾ നമ്മുടെ ആൾക്കാർക്ക് കേരളത്തിനകത്ത് ജോലി ഇല്ലെങ്കിലും മലയാളികളെല്ലാം ലോകമെമ്പാടും എങ്ങനെ തൊഴിൽ ചെയ്യുന്നു. അത് അമർത്യ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ ഗ്രന്ഥത്തിൽ പറയുന്നൊരു കാര്യമുണ്ട്, ഡെവലപ്മെൻറ്റ് ആസ് ഫ്രീഡം എന്ന് പറയുന്നതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട്, കേരളത്തിലെ മലയാളികൾക്ക് ഉള്ള പ്രത്യേകമായ 2 അടിസ്ഥാന സൗകര്യങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന് വിദ്യാഭ്യാസവും 2 ആരോഗ്യമാണ്. ഇതാണ് അവരുടെ പാസ്പോർട്ട്. അപ്പോൾ അടിസ്ഥാന വിദ്യാഭ്യാസവും പാസ്പോർട്ടും എങ്ങനെ കിട്ടി? അടിസ്ഥാന വിദ്യാഭ്യാസവും ആരോഗ്യവും എങ്ങനെ കിട്ടി? ഈ ആശയത്തിൽ നിന്നല്ലേ വന്നത്. ഈ ആശയത്തിൽ നിന്ന് ഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം ബേസിക് എഡ്യൂക്കേഷൻ ആയിരുന്നു, എലിമെൻ്ററി എഡ്യൂക്കേഷൻ. അതല്ല സ്വാമിജിയുടെ താല്പര്യം. സ്വാമിജിയുടെ താല്പര്യം
അഡ്വാൻസ്ഡ് എഡ്യൂക്കേഷൻ വേണം. അത് എത്ര പഠിക്കാൻ പറ്റുമോ അത്രയും പഠിച്ച് വളർന്ന് മുന്നോട്ട് പോവുക. അപ്പോൾ വിദ്യാഭ്യാസത്തിൽ കൂടി മൊബിലിറ്റി ഉണ്ടാകും, വ്യവസായം ഉണ്ടാകും, സാമ്പത്തിക മാറ്റങ്ങളുണ്ടാകും, അപ്പോൾ കേരളത്തിലെ ആൾക്കാർക്ക് ഇന്ന് മറ്റു സ്ഥലങ്ങളിൽ പോയി ജോലി ചെയ്യാൻ പറ്റുന്നു, ആരോഗ്യം നന്നായിട്ട് നിലനിർത്തുന്നുണ്ട്. നമ്മൾ അക്കാര്യത്തിൽ നേരത്തെ തന്നെ, കാരണം അവിടെയും സ്വാമിജി പറഞ്ഞൊരു കാര്യമാണ്, നമ്മൾ എപ്പോഴും ക്ലീൻ ആയിരിക്കണം, ശുദ്ധമായിരിക്കണം. നമ്മൾ കുളിക്കണം എന്നൊക്കെ പറയുന്ന കാര്യത്തെക്കുറിച്ച് അദ്ദേഹം നല്ല നിലപാടുണ്ടായിരുന്നു. എന്തുകൊണ്ട് നമ്മൾ ശുദ്ധീകരിച്ചിരിക്കണം, നമ്മൾ ആരോഗ്യവാനായിരിക്കണമെങ്കിൽ നമുക്ക് ഈ കുളി അത്യാവശ്യമാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ പോലും, ഇത്ര എലിമെൻ്ററി ആയിട്ടുള്ള കാര്യങ്ങൾ പോലും അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ട്. അത് മലയാളികളിൽ നിന്ന് അത് സ്വായത്തമാക്കി നമ്മളാണ് മറ്റ് സംസ്ഥാനങ്ങളെയൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ ക്ലീൻ ആയിട്ട് മുന്നോട്ട് വരുന്നില്ല. ശുചിത്വത്തിന്റെ കാര്യത്തിൽ നമുക്ക് വളരെ അതെ വ്യക്തിപരമായ ശുചിത്വമുണ്ട്. അതിൻ്റെയൊക്കെ തുടക്കം അവിടെ നിന്ന് തന്നെയാണ്. അപ്പോൾ അത് ഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം ആ ബേസിക് എഡ്യൂക്കേഷനിലേക്ക് നിന്നു എന്നുള്ളതാണ്. അതിനപ്പുറം അപ്പോൾ ഇത് സമൂഹത്തിന് സംഭാവന നൽകി. ഇന്ന് സ്വാമിജി പറഞ്ഞ കാര്യം എല്ലാ വിഭാഗക്കാരും അത് അംഗീകരിച്ചു. പിന്നോക്ക വിഭാഗക്കാർക്കിടയിൽ വന്ന വലിയ വിദ്യാഭ്യാസ പുരോഗതിയുടെ അടിത്തറ ഇത് തന്നെയാണ്. അത് സമൂഹത്തിൽ അതിൻ്റെ ഗുണം കിട്ടി. കേരളത്തിന് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയം എത്തിയപ്പോൾ 52% സാക്ഷരത തിരുവിതാംകൂറിലുണ്ടായി. അന്ന് ദേശീയ സാക്ഷരത 8%. ഈ വ്യത്യാസത്തിൽ നമുക്ക് എല്ലാം ഇന്ന് 100% സാക്ഷരത വന്നെങ്കിൽ അതിൻ്റെ അടിത്തറ വളർന്നു. അങ്ങനെ 52 ആയി. ആ പശ്ചാത്തലം നമ്മൾ 48-ൽ പശ്ചാത്തലം വന്നിട്ടുണ്ടെങ്കിൽ ഈ സംഭാവന, ക്രൈസ്തവ മിഷന്റെ സംഭാവനകളെ കുറച്ച് കാണുന്നില്ല. മഹാരാജാക്കന്മാർ സ്കൂളുകളും കോളേജുകളും തുടങ്ങാൻ സംഭാവന ചെയ്ത തീരുമാനത്തെയും നമ്മൾ കുറച്ച് കാണുന്നില്ല. പക്ഷെ ഇതും ഇക്കാര്യത്തിൽ സ്വാമിജിയുടെ ശുപാർശ വളരെ പ്രത്യേകതയുണ്ട്. തീർച്ചയായിട്ടും പഠിക്കണം. ഇതോടൊപ്പം അയ്യങ്കാളി തീർച്ചയായിട്ടും നമുക്കറിയാമല്ലോ, പഞ്ചമിയുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി അദ്ദേഹം ആഹ്വാനം ചെയ്ത്. അപ്പോൾ ഇതെല്ലാം അന്നത്തെ കാലത്ത് സാമൂഹ്യ പരിഷ്കർത്താക്കൾ വിദ്യാഭ്യാസത്തിന് എത്ര പ്രാധാന്യം നൽകി എന്നുള്ളതാണ്. അതിന് തുടക്കം സ്വാമിജിയിൽ നിന്നായിരുന്നു. ഇക്കാര്യത്തിൽ ഇവർ തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട്. അഡ്വാൻസ്ഡ് ആയിട്ട് വ്യവസായങ്ങൾ വളരണം. വലിയ വ്യവസായങ്ങളോട് ഗാന്ധിജിക്ക് താല്പര്യമില്ല. സ്വാമിജിക്ക് അങ്ങനെയല്ല, വ്യവസായങ്ങൾ വളരണം. അത് ഏത് മേഖലയിൽപ്പെട്ടതായാലും, ആരോഗ്യ മേഖലയിൽപ്പെട്ടതായാലും, തൊഴിൽ മേഖലയിൽപ്പെട്ടതായാലും, കയർ ഉൾപ്പെടെയുള്ള അന്നത്തെ സാഹചര്യത്തിലുള്ള വ്യവസായങ്ങൾ വളരണം. അങ്ങനെ വന്നാലേ സമൂഹത്തിന് മാറ്റം ഉണ്ടാവുള്ളൂ. നമുക്ക് അത്ഭുതപ്പെടുന്നത്, ഇദ്ദേഹം അദ്വൈത ചിന്താഗതിയും ആധ്യാത്മിക ഗ്രന്ഥങ്ങളുമൊക്കെ വായിച്ചിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം വായനയിൽ നിന്നും മനസ്സിലാക്കിയെടുത്ത് ഇത്ര ലോകത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് തിരുവിതാംകൂറിലും കൊച്ചിയിലും മലബാറിലും മാത്രം യാത്ര ചെയ്താണെങ്കിൽ പോലും, അന്നത്തെ തമിഴ്നാട്, കുറച്ച് നാഗർകോവിലൊക്കെ ഇതിനകത്ത്, തമിഴ്നാട് കന്യാകുമാരിയൊക്കെ വരുന്നുണ്ട്. പക്ഷെ എന്നാൽ ഇതിൽ നിന്ന് ഭാവി ലോകം എങ്ങനെ വരുന്നു, അതിനകത്ത് എഡ്യൂക്കേഷൻ്റെ പ്രാധാന്യം എത്രയാണ്, ആ മൊബിലിറ്റിക്ക് എന്ത് സഹായം ചെയ്യും, അതേപോലെ ഇൻഡസ്ട്രിയലൈസേഷൻ്റെ പ്രാധാന്യം എത്ര ഫാർസൈറ്റഡ് ആയിരുന്നു, എന്തൊരു ഉൾക്കാഴ്ചയായിരുന്നു, വിഷണറി ആയിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ സമൂഹത്തിൻ്റെ മാറ്റത്തിന് വലിയൊരു തുടക്കം കുറിച്ച ഒരു തീരുമാനമാണ്. ഇക്കാര്യത്തിൽ ഗാന്ധിയേക്കാൾ വളരെ വ്യത്യാസമാണ് സ്വാമിജിയുടെ നിലപാട്. കുറച്ചുകൂടി ആധുനികമാണ്. ഒരുപക്ഷെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസമൊക്കെ കിട്ടി ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും സഞ്ചരിച്ചിരുന്ന ഗാന്ധിജിയേക്കാൾ വലിയ ഒരു ആഗോള കാഴ്ചപ്പാടുണ്ടായിരുന്നത് അദ്വൈത ദർശനവും ഉപനിഷത്തുകളും ഒക്കെ പഠിച്ച ശ്രീനാരായണ ഗുരുദേവനായിരുന്നു എന്ന് പറയേണ്ടി വരും. അത് തീർച്ചയായിട്ടും അത് നമ്മൾ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. കാരണം ഗാന്ധിജിയുടെ സൗത്ത് ആഫ്രിക്കയിലും ഇംഗ്ലണ്ടിലും യൂറോപ്പൊക്കെ കണ്ടിട്ടുള്ള ആളാണ്, മറ്റു രാജ്യങ്ങളും കണ്ടിട്ടുണ്ട്. പക്ഷെ അതിനേക്കാൾ ഫാർ സൈറ്റഡ് ആയിരുന്നു. കാരണം ഗാന്ധിജി സമൂഹത്തിലെ മാറ്റം വേണം, പക്ഷെ അത് പതുക്കെ നടക്കത്തുള്ളൂ, ഇൻക്രിമെൻ്റലായിട്ടുള്ള മാറ്റത്തിന് വേണ്ടി. എന്നാൽ അക്രമത്തിൽ കൂടിയല്ല. അത് സ്വാമിജിയും അതെ, രണ്ടുപേരും അക്രമത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. അപ്പം രണ്ടുപേരും വൈക്കം സത്യാഗ്രഹത്തിൻ്റെ സമരത്തിൻ്റെ കാലത്ത് തന്നെ പറയുന്നത് അവിടെ ചെന്ന് സഹനത്തോടു കൂടിയുള്ള സമരം ചെയ്യണം. ഗാന്ധിജി പറഞ്ഞു ആ വേലിക്കെട്ടിനപ്പുറം പോകരുതെന്നാണ്. സ്വാമിജി അത് പോകണമെന്ന് പറഞ്ഞു. ഈ വ്യത്യാസം അവർ തമ്മിലുള്ള ചിന്താഗതികളിലുണ്ട്. ശ്രീനാരായണ ഗുരുദേവനും ഗാന്ധിജിയുമായുള്ള കൂടിക്കാഴ്ച അഹിംസയുടെ പ്രവാചകനും നവോത്ഥാനത്തിൻ്റെ പ്രവാചകനും തമ്മിലുള്ള ഒരു കൂടിക്കാഴ്ചയാണ് എന്നും വിശേഷിപ്പിക്കാറുണ്ട്. ഈ അഹിംസ, ഗാന്ധിജി അഹിംസയുടെ പ്രവാചകൻ തന്നെയായിരുന്നു. അതെ, തങ്ങളോട് അക്രമം കാണിക്കുന്നവരടുത്ത് പോലും സഹിഷ്ണുതയോടെ പെരുമാറണം എന്നുള്ളതായിരുന്നു ഗാന്ധിജിയുടെ കാഴ്ചപ്പാട്. അതെ, വിഭജനത്തിന്റെ അശാന്തിയൊക്കെ നേരിടാൻ ഗാന്ധിജി ഉപയോഗിച്ചിരുന്ന ആയുധവും അതായിരുന്നു. അതെ, അതൊക്കെ പിൽക്കാലത്ത് മറ്റു പല വ്യാഖ്യാനങ്ങൾക്കും വഴിവെച്ചു. എങ്കിൽ പോലും ഗാന്ധിജി അങ്ങനെയായിരുന്നു. ഈ ശ്രീനാരായണ ഗുരുദേവനും ഗാന്ധിജിയുമായുള്ള കൂടിക്കാഴ്ചയിൽ ഈ അഹിംസ ഒരു വിഷയമായി ഉയർന്നു വന്നു. ഇവരുടെ രണ്ടുപേരുടെയും കാഴ്ചപ്പാട് ഒന്ന് തന്നെ ആയിരുന്നു അഹിംസ. അതെ, അഹിംസയുടെ കാര്യത്തിൽ ഏതാണ്ട് ഒരുപോലെ ആയിരുന്നു രണ്ടുപേരുടെയും ചിന്താഗതി. കാരണം ഹിംസയിൽ കൂടിയല്ല ഇതൊക്കെ നേടേണ്ടതെന്നും നമ്മളുടേതായ സഹനശക്തിക്ക് പ്രാധാന്യമുണ്ടെന്നും
അതുകൊണ്ട് തന്നെ സത്യാഗ്രഹം എന്നുള്ള ഗാന്ധിയുടെ ആശയത്തോടും ഈ സമരത്തിൽ സഹനശക്തിയോടുകൂടി നേരിടണമെന്നും അതുകൊണ്ട് വൈക്കം സത്യാഗ്രഹത്തിൻ്റെ സമരം അഹിംസയുടെ അടിത്തറയിൽ തന്നെ വേണം. അവിടെ സമരം ചെയ്യുന്ന സമയത്ത് വേലിക്കെട്ട് ചാടിക്കയറി എല്ലാവരും സമരത്തിന് പോകണം എന്നുകൂടി സ്വാമിജി പറഞ്ഞെങ്കിലും അപ്പോഴും അതൊരു ഒരിക്കലും അക്രമത്തിൻ്റെ ആയിരുന്നില്ല. ബലം പ്രയോഗിച്ചുള്ള സമരം വേണ്ട ബലം പ്രയോഗിച്ചുള്ള ഒരു സമരം വേണ്ട. അതുകൊണ്ട് തന്നെ രണ്ടുപേരും അഹിംസയുടെ പ്രധാനപ്പെട്ട പാതവാഹകരായിരുന്നു ആ നിലയ്ക്ക്. അതുകൊണ്ട് ആ അഹിംസയുടെ പതാക മുന്നോട്ട് കൊണ്ടുപോകാൻ കാരണമാക്കിയതും അതിന് അടിത്തറ നൽകിയത് നമ്മുടെ ഭാരതീയ ദർശനങ്ങളിലായിരിക്കാം. നമ്മുടെ രാജാക്കന്മാരൊക്കെ യുദ്ധം ചെയ്തിട്ടുണ്ടെങ്കിലും അടിസ്ഥാനപരമായിട്ട് നമ്മുടെ രാജ്യം മറ്റു രാജ്യങ്ങളെ ആക്രമിക്കുന്നില്ല. അതുപോലെ സമൂഹത്തിൽ അക്രമം എന്നുള്ളത് ഒരിക്കലും നേർവഴിക്ക് കൊണ്ടുപോകില്ല. അത് അരാജകത്വത്തിലേക്ക് വഴിതെളിയിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ അക്രമത്തെ രണ്ടുപേരും നിരുത്സാഹപ്പെടുത്തി. അക്രമം പാടില്ല, അഹിംസയാണ് അടിസ്ഥാന വിശ്വാസം. അക്കാര്യത്തിൽ ഗാന്ധിജിയും ശ്രീനാരായണ ഗുരുവും ഒരേ കാഴ്ചപ്പാടിൽ തന്നെ കാണാം, ഒരേ തട്ടിൽ തന്നെ നിൽക്കുകയാണ്. ശ്രീ അഹിംസ എന്ന് പറയുമ്പോൾ ബലവാൻ മുന്നോട്ട് വയ്ക്കുന്ന അഹിംസയും ബലഹീനൻ മുന്നോട്ട് വയ്ക്കുന്ന അഹിംസയും അത് രണ്ടല്ലേ? ബലവാൻ്റെ അഹിംസ അത് വാല്യൂ ഉള്ളൊരു അഹിംസയാണ്. ബലഹീനൻ അഹിംസ പറയുന്നത് അതൊരു ദൗർബല്യമായി മാത്രമല്ലേ കാണാറൂ? അതിനെക്കുറിച്ച് എന്താണ് എൻ്റെ അഭിപ്രായം? ബലവാൻ്റെ അഹിംസയുടെ പിറകിൽ ഒരു ശക്തി ഉണ്ട്. കാരണം എന്നാലും അവിടെ ഒരു ത്യാഗത്തിൻ്റെ ഒരു മനോഭാവമുണ്ട്. ബലഹീനൻ്റെ അഹിംസയുടെ പശ്ചാത്തലം എന്ന് പറയുമ്പോൾ അതൊരു നിരായുധനാകുന്ന നിൽക്കക്കള്ളിയില്ലാത്തൊരു പശ്ചാത്തലമാണ്. ഭാരതത്തിലെ ഭൂരിപക്ഷം നിസ്സഹായതയാണ് കാണിക്കുന്നത്. ഭാരതത്തിലെ ഭൂരിപക്ഷം ആൾക്കാരും അങ്ങനെ ഒരു നിസ്സഹായതയുടെ അവസ്ഥയിലായിരുന്നു. പക്ഷേ ഗാന്ധിജിയും സ്വാമിജിയും ഒരുപോലെ തന്നെ ഈ അഹിംസ എന്നുള്ള വിശ്വാസം സാർവത്രികമാക്കി, ജനകീയമാക്കി, അതൊരു സമരത്തിൻ്റെ ഒരു അടിത്തറയാക്കി, അതിനൊരു ആയുധമാക്കി മാറ്റിയതാണ്. അപ്പോൾ അതിൽ കൂടി ബ്രിട്ടീഷുകാരെ ഓടിക്കാൻ കഴിഞ്ഞ ഗാന്ധിജിക്ക്, അതേപോലെ വൈക്കം സത്യാഗ്രഹം ഇന്ത്യയുടെ സാമൂഹ്യ നവോത്ഥാനത്തിന് ഏറ്റവും പ്രാധാന്യം നൽകിയ ഒരു അധ്യായം എന്നുള്ള നിലയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം പോലെ, ഇല്ലെങ്കിൽ ആ സമരത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു അധ്യായമായി വൈക്കം സത്യാഗ്രഹം മാറി. അതും അഹിംസയിൽ കൂടിയാണ്. അവിടെ ആ അഹിംസയിൽ ഇപ്പോൾ സമരം ചെയ്ത് ഏറ്റവും പാവപ്പെട്ട ആൾക്കാരും ആ സമരത്തിൽ പങ്കാളികളായിരുന്നു. ഗാന്ധിജിയുടെ ഈ ആഹ്വാനം അടുത്ത ദിവസം ശിവഗിരിയിൽ ചർച്ച വന്നപ്പോൾ ഗാന്ധിജി സംസാരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഓർക്കുന്നതാണ്. അവിടെയും അദ്ദേഹം പറഞ്ഞത്, ഞാനീ പറഞ്ഞ കാര്യം സ്വാമിജി ഉൾപ്പെടെയും ഞങ്ങൾ കണക്കാക്കുന്ന അഹിംസയുടെ അടിത്തറ നാളെ ഇത് സിദ്ധാന്തമല്ല പ്രവൃത്തിയിൽ കൂടി കാണിക്കണം എന്നുകൂടി ആഹ്വാനം ചെയ്തു. അത് ഗാന്ധിജി അടുത്ത ദിവസം നടത്തിയ പൊതുവേദിയിൽ, ശിവഗിരിയിലെ പൊതുവേദിയിൽ നടത്തിയ ചർച്ചയിൽ ഇങ്ങനെ ഒരു ആഹ്വാനം കൂടി നടത്തുകയുണ്ടായി. അഹിംസയിൽ കൂടിയുള്ള കാര്യം ഒരു ചിന്താഗതി മാത്രമല്ല, അതൊരു ആക്ഷൻ പ്രോസസ്സിൽ കൂടി, പ്രവൃത്തി മണ്ഡലത്തിൽ കൂടി അത് കാണിക്കണം. എന്നാലേ അത് വിജയം. അതാണ് വൈക്കം സത്യാഗ്രഹം അതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ്. അത് കഴിഞ്ഞ് നടന്ന ക്ഷേത്ര സമരങ്ങൾ, ഗുരുവായൂർ സത്യാഗ്രഹം, എത്ര അമ്പലങ്ങളുടെ എല്ലാം സമരങ്ങൾ അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. ഞാനത് ഏറ്റവും പ്രധാനമായിട്ട് കാണുന്നത് 1936 ക്ഷേത്രപ്രവേശന വിളംബരമാണ്. അത് ഇന്ത്യയിൽ ആദ്യത്തെ സംഭവമാണ്, അത്ഭുത സംഭവമാണ്. അപ്പം അതിൻ്റെ അടിത്തറ വൈക്കം സത്യാഗ്രഹത്തിൽ നിന്നായിരുന്നു. ഞാനൊരിക്കൽ കേരള യൂണിവേഴ്സിറ്റിയിലെ ഒരു വലിയൊരു മീറ്റിങ്ങിന് പൊതുയോഗത്തിൽ വെച്ച് കാശ്മീരിലെ ഹരി സിംഗ്, ജമ്മു കാശ്മീരിലെ മഹാരാജാവായിരുന്ന ഹരി സിംഗിൻ്റെ മകനായ കരൺ സിംഗ് ഇവിടെ സെനറ്റ് ഹാളിൽ നടത്തിയൊരു പ്രസംഗം ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ഡിക്ലറേഷനാണ്, വിപ്ലവകരമായൊരു തീരുമാനമാണ്. ആ വിപ്ലവകരമായ തീരുമാനം നടത്തിയത് മഹാരാജാവ് ആണെങ്കിലും അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് സ്വാമിജിയെപ്പോലെയുള്ള നേതാക്കന്മാരും പ്രസ്ഥാനങ്ങളുമായിരുന്നു. അതിന് ഗാന്ധിയൻ കാഴ്ചപ്പാടുണ്ടായിരുന്നു. എന്നിട്ട് അദ്ദേഹം ഒരു കാര്യം കൂടി പറഞ്ഞു, ഭാരതത്തിൽ തിരുവിതാംകൂർ കഴിഞ്ഞ് ഇത്തരമൊരു പ്രഖ്യാപനം നടത്തിയത് എൻ്റെ പിതാവ് ആണ്. അത് കാശ്മീരിലായിരുന്നു. അത് നമുക്ക് അറിഞ്ഞൂടെ, ഞാൻ അദ്ദേഹം പറഞ്ഞപ്പോഴാണ് അത് മനസ്സിലാക്കിയത്. രണ്ടാമത്തെ പ്രവേശനം നടന്നത് അവിടെയായിരുന്നു. മലബാറിലും ഒക്കെ അതിനുശേഷം വളരെ ഘട്ടഘട്ടമായിട്ടേ വന്നുള്ളൂ, വളരെ പതുക്കെ വന്നുള്ളൂ. ഇന്ന് നമുക്ക് നോക്കുമ്പോൾ ഭയങ്കര റാഡിക്കലായിട്ട്, പക്ഷെ അന്ന് ഒരുപാട് സമയമെടുത്ത് പൊതുജനാഭിപ്രായം രൂപീകരിക്കണമല്ലോ. പൊതുജനാഭിപ്രായം രൂപീകരിക്കണം. ആ പൊതുജനാഭിപ്രായത്തിലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ളൊരു വിഷമകരമാണ് ഇന്ന് നമുക്ക് നിസ്സാരമായിട്ട് തോന്നും. പക്ഷെ അന്ന് അങ്ങനെയല്ല. കൺസർവേറ്റീവായ ഒരു സമൂഹത്തിൻ്റെ പശ്ചാത്തലത്തിൽ അത് വലിയ ബുദ്ധിമുട്ടായിരുന്നു.
അത് കാശ്മീരിൽ അത് ഇംപ്ലിമെൻ്റ് ചെയ്തു. പിന്നീട് ഓരോ സംസ്ഥാനങ്ങളിലായിട്ട് നമുക്കറിയാം തമിഴ്നാട്ടിലൊക്കെ എത്ര വൈകിയാണ് അത് വന്നത്. അതിൻ്റെ ചരിത്രമൊക്കെ അറിയാമല്ലോ. ഈ അമ്പലങ്ങളിലെ ഉച്ചനീചത്വങ്ങൾ തുടർന്നതും അല്ലേ. ഇപ്പോൾ കേരളത്തിലൊക്കെ പ്രവേശനത്തിന് പ്രശ്നമുണ്ട് എന്ന് കേൾക്കുന്നു, ചെറുതായിട്ട് കേൾക്കുന്നു. പക്ഷെ എന്ത് പറഞ്ഞാലും കേരളത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നവോത്ഥാനത്തിൻ്റെ മാറ്റൊലി മറ്റേതൊരു പ്രദേശത്തേക്കാൾ ജനങ്ങൾ അങ്ങ് ഏറ്റെടുത്ത ഒരു ബഹുജന പ്രസ്ഥാനമാക്കി മാറ്റി. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിനോടൊപ്പം ഒരുപക്ഷെ അതിനേക്കാൾ പ്രാധാന്യം സാമൂഹ്യ മാറ്റത്തിനായിരുന്നു. ആ സാമൂഹ്യ മാറ്റത്തിന് വേണ്ടിയുള്ള സമരം നവോത്ഥാനമായി മാറിയത് ഒരു സമുദായത്തിൽ മാത്രമല്ല എല്ലാ സമുദായങ്ങളിലും ഉണ്ടായി. അതുകൊണ്ട് തന്നെ മന്നത്ത് പത്മനാഭൻ NSS നായർ സർവീസ് സൊസൈറ്റിയിലുണ്ടാക്കി. അതേപോലെ നമ്പൂതിരി യോഗക്ഷേമ സഭയ്ക്കകത്ത വ്യത്യാസം വന്നു, മറ്റ് ധീവര സഭയിൽ വന്നു, മറ്റ് കേരള പുലയ മഹാജന സംഘത്തിനകത്ത വ്യത്യാസം വന്നു. എല്ലായിടത്തും സമരം വന്നു. മഹാത്മാ അയ്യങ്കാളി ഉൾപ്പെടെയുള്ളവർ ആ സമരം മുന്നോട്ട് കൊണ്ടു. അപ്പോൾ എല്ലാ സമുദായത്തിലും അവർ പറഞ്ഞ ഒരേ ഒരു കാര്യമുള്ളൂ, സമുദായത്തിനെ മാറ്റണം, സമുദായ പുരോഗതി വരണം, സാമൂഹിക മാറ്റം വരണം. ആ സാമൂഹിക മാറ്റം വരണമെങ്കിൽ അടിസ്ഥാനപരമായി നമുക്ക് സാമ്പത്തിക ശക്തി വരണം, അതിനു വേണ്ട അടിത്തറ വിദ്യാഭ്യാസത്തിൽ കൂടിയാവണം. അപ്പോൾ ഇതിൻ്റെ തുടക്കം ശ്രീനാരായണ ഗുരുവിൽ നിന്നാണെന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഇന്ന് കേരളത്തിൻ്റെ വലിയ മാറ്റങ്ങൾക്ക് ശ്രീനാരായണ ഗുരുവിൻ്റെ സംഭാവനകൾ എടുത്തു പറയും. അവസാനമായി ഒരു സാങ്കല്പിക ചോദ്യം കൂടെ സാറിനോട് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. 2047 വികസിത ഭാരതം എന്നൊരു ലക്ഷ്യവുമായിട്ടാണ് നമ്മളിന്ന് മുന്നോട്ട് പോകുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലായിരുന്നു ഇന്ന് ശ്രീനാരായണ ഗുരുദേവനും ഗാന്ധിജിയും തമ്മിൽ കൂടിക്കാഴ്ച നടന്നിരുന്നു എങ്കിൽ എന്തൊക്കെ വിഷയങ്ങളായിരിക്കുമായിരുന്നു സാധാരണ ഒരു സ്വാഭാവികമായും അവരുടെ ചർച്ചയിൽ ഉയർന്നു വരുവാൻ സാധ്യതയുള്ളത്? അപ്പോൾ ഇന്നത്തെ നൂറ്റാണ്ടിൽ 2047 സ്വാമിജിയും മഹാത്മാഗാന്ധിയും ഒരുമിച്ച് ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നത്, ഒന്ന്, ഇന്ന് ലോകത്ത് നടക്കുന്ന അസമാധാന പ്രക്രിയ, അക്രമം, യുദ്ധം, ഇങ്ങനെ തുടങ്ങി ഐക്യരാഷ്ട്രസഭയുടെ കഴിവുകേട്, ഇത്തരം പശ്ചാത്തലത്തിൽ ഇല്ലാതായി. ഇത്തരം പശ്ചാത്തലത്തിൽ അന്തർദേശീയപരമായും ദേശീയ സമൂഹത്തിലും എങ്ങനെ സമാധാനം കൊണ്ടുവരാം, അതോടൊപ്പം മനുഷ്യത്വത്തെ എങ്ങനെ ഉയർത്താം, സ്നേഹം എങ്ങനെ വർദ്ധിപ്പിക്കാം, അപ്പോൾ ഹ്യൂമാനിറ്റിയുടെയും സ്നേഹം, ഇങ്ങനെയുള്ള കാര്യങ്ങളും, അതോടൊപ്പം എങ്ങനെ നമുക്ക് സമതുല്യമായ ഒരു സമൂഹത്തെ സൃഷ്ടിക്കാം. വികസിത ഭാരതം വരുന്നതോടൊപ്പം നമ്മുടെ സമൂഹത്തിൽ എന്തായാലും അസമത്വങ്ങളുണ്ടാകും. ആധുനിക മുതലാളിത്തത്തിൽ അസമത്വങ്ങൾ വളരെ വ്യക്തമായി കാണാവുന്ന കാര്യമാണ്. ആ അസമത്വങ്ങൾ എങ്ങനെ കുറയ്ക്കാൻ പറ്റുമെന്നുള്ളതും ഇവർ ചർച്ച ചെയ്യും. നമ്മൾ വളർന്നു വികസിച്ചു, വ്യവസായ പുരോഗതി ഉണ്ടായി, എല്ലാവർക്കും സാമ്പത്തിക ശക്തി ഉണ്ടായി, എന്നാൽ എല്ലാവരും തുല്യരല്ല. അങ്ങനെ ഒരു അൺഈക്വൽ സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ അത് മുതലാളിത്തത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ അതെങ്ങനെ നമുക്ക് സമൂഹത്തെ സമതുല്യമായ ഒരു സാഹചര്യത്തിലേക്ക് കൊണ്ടുവരാം, അവസരങ്ങൾ എങ്ങനെ വർദ്ധിപ്പിക്കാം, കഴിവ് ഇല്ലാത്തവരെ എങ്ങനെ കഴിവ് കൂടുതലുണ്ടാക്കാം, ശാക്തീകരണം എങ്ങനെ കൊണ്ടുവരാം, അങ്ങനെ താഴെക്കെട്ടിൽ നിൽക്കുന്നവർക്ക് കൂടുതൽ വിദ്യാഭ്യാസവും തൊഴിലവസരവും നൽകി അവരുടെ പുരോഗതി എങ്ങനെ കൊണ്ടുവരാം, പിന്നെ ലിംഗസമത്വം മറ്റൊരു പ്രത്യേകത, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോഴും ചർച്ച ചെയ്യും. പ്രത്യേകിച്ച് ആധുനിക മുതലാളിത്ത സമൂഹത്തിൽ അസമത്വങ്ങൾക്ക് പല ഘട്ടങ്ങളുണ്ട്, പല മുഖങ്ങളുണ്ട്. ആ മുഖങ്ങൾ എന്തൊക്കെയാണ്, അതിനെ എങ്ങനെ ഓവർകം ചെയ്യാം, തരണം ചെയ്യാം, അതിനുവേണ്ടി മനുഷ്യത്വത്തിനെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു ചർച്ചയായിരിക്കും അവിടെ വരുന്നത്. ഇത്രയും സമയം നമ്മോടൊപ്പം ചിലവഴിച്ചതിന് സാറിന് നന്ദി. നമസ്കാരം.